ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബിജെപിക്കുണ്ടായ തിരിച്ചടിയിൽ കേന്ദ്ര നേതൃത്വവും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തമ്മിലുണ്ടായ ചക്കിളത്തിപ്പോര് രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ഇതോടെ യോഗി ഇനി യുപി മുഖ്യമന്ത്രിയായി തുടരുമോ എന്ന ചോദ്യം ഉയരുകയും ചെയ്തു. ഈ ചർച്ചകൾക്കിടയിൽ കോവിഡ് കാലത്ത് ലോകം പുറത്തെറിഞ്ഞ യുപി മോഡൽ വികസന കഥയും യമുനയിലെ മൃതശരീരങ്ങളും പഴങ്കഥയാക്കാൻ യോഗി ആദിത്യനാഥിന്റെ അനുയായികൾ വികസന പുരുഷനായി യോഗിയെ അവതരിപ്പിക്കാൻ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയെ മറയാക്കി. മോദിക്ക് ശേഷം യോഗി എന്ന ക്യാമ്പയിനും ശക്തമാക്കി. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയതിന്റെ അതേ പാറ്റേണിൽ ഉത്തർപ്രദേശിൽ നിന്ന് ഒരു PR വർക്ക് നല്ല രീതിയിൽ നടന്നുവരുന്ന കാലത്ത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനങ്ങളിലെ പ്രശ്നം നടന്നാലും അഭിപ്രായം പറഞ്ഞ് യോഗി രംഗത്തെത്താറുണ്ട്. ഇപ്പോൾ ത്രിഭാഷാ നയവുമായി ബന്ധപ്പെട്ടാണ് MK സ്റ്റാലിനുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കൊമ്പ് കോർക്കുന്നത്. 8 കൊല്ലമായി യുപി ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ കൊല്ലം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായി കഴിഞ്ഞു. ഇനി ലക്ഷ്യം രാജ്യം ഭരിക്കലാണെന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് യോഗിയുടെ ഇടപെടലെല്ലാം. വികസനത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന വികാസ് പുരുഷനാവാൻ കുംഭമേള അടക്കം ഉപയോഗിക്കുന്നുണ്ട് ഹിന്ദുത്വ ശക്തികൾ. തുടക്കം മുതൽ തന്നെ ആദിത്യനാഥ് സർക്കാർ സംസ്ഥാനത്തുള്ള ചില കുറ്റവാളികളെ കർശനമായി നേരിടുന്നതിലൂടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ പുലർത്തിയിരുന്നു. ക്രമസമാധാനത്തിന് മുൻഗണന നൽകുന്നുവെന്ന് കാണിക്കാൻ ജനങ്ങൾക്കിടയിൽ വലിയ രോഷമുയർത്തിയ ബലാത്സംഗ കേസുകളിൽ അടക്കം പ്രതികളുടെ വീടുകൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തി. അങ്ങനെ ബുൾഡോസർ രാജ് എന്ന വാക്കും ഇന്ത്യ ഒന്നാകെ പ്രചാരത്തിലായി. പല നടപടികളും വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും കുറ്റകൃത്യങ്ങളിൽ പ്രതികളായവരുടെ സ്വത്തുക്കൾക്കെതിരെയുള്ള ബുൾഡോസർ നടപടി കുടുംബാംഗങ്ങളെ പെരുവഴിയിലാക്കുകയും ചെയ്തതോടെ യോഗിക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി കൂടി. കുറ്റവാളികളെ ഏറ്റുമുട്ടൽ കൊലയിലൂടെ ഇല്ലാതാക്കുന്നതും വിവിധ കേസുകളിലെ പ്രതികളുടെ പേരുകൾ ഉൾപ്പെടുത്തി പൊതുസ്ഥലങ്ങളിൽ പോസ്റ്ററുകൾ സ്ഥാപിക്കൽ എന്നിവയുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി നടപടിക്രമങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ച് കോടതികളുടെ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു. വികാസ് സങ്കല്പയാത്ര പോലെ ഇപ്പോൾ മോദി ലൈനിൽ വികസനവും സാമ്പത്തിക വളർച്ചയും കാണിച്ച് ഇമേജ് ശരിയാക്കാനുള്ള പുറപ്പാടിലാണ് യോഗി. $1 ട്രില്യൺ ലക്ഷ്യം വെച്ച് നിക്ഷേപ ഉച്ചകോടികൾ നടത്തി രാജ്യത്തെ പിന്നോക്ക സംസ്ഥാനങ്ങളിലൊന്നായ യുപിയിൽ നിക്ഷേപം ആകർഷിക്കുന്നതിനായി നിരവധി നയമാറ്റങ്ങൾ വരുത്തി. അതിനിടയിലാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ ഹിന്ദി വിഷയവുമായി ബന്ധപ്പെട്ട് വികാരമുയർത്താൻ തമിഴ്നാടിന്റെ ഇരട്ട ഭാഷാ നയത്തെ എതിർത്ത് യോഗി രംഗത്ത് വരുന്നത്. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ യോഗി സ്റ്റാലിൻ പോര് ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയായി. ഭാഷാ നയത്തിലും ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിലും ന്യായമായ ഇടപെടൽ വേണമെന്ന തമിഴ്നാടിന്റെ ആഹ്വാനം രാജ്യവ്യാപകമായി ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ അണിചേരുമ്പോൾ ബിജെപിയെ ഇത് സ്വാഭാവികമായും അസ്വസ്ഥരാക്കി. MK സ്റ്റാലിൻ മണ്ഡല പുനർനിർണയത്തിൽ കടുത്ത പ്രതികരണം നടത്തുമ്പോൾ ബിജെപിയെ പ്രതിരോധിക്കാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി രംഗത്തിറങ്ങി. ത്രിഭാഷാ ചർച്ചയെക്കുറിച്ചുള്ള ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അഭിമുഖത്തെക്കുറിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വ്യാഴാഴ്ച പറഞ്ഞത് ഇത് രാഷ്ട്രീയ ബ്ലാക്ക് കോമഡി ആണെന്നാണ്. യോഗി ആദിത്യനാഥാണ് ഇപ്പോൾ വെറുപ്പിനെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കുന്നതെന്ന പരിഹാസമാണ് സ്റ്റാലിന്റെ വാക്കുകളിൽ മുഴച്ചു നിൽക്കുന്നത്. ദ്വിഭാഷാ നയം, മണ്ഡല പുനർനിർണയം എന്നിവയെക്കുറിച്ചുള്ള തമിഴ്നാടിന്റെ ന്യായവും ഉറച്ചതുമായ ശബ്ദം രാജ്യവ്യാപകമായി പ്രതിധ്വനിക്കുന്നു. BJP വ്യക്തമായി അസ്വസ്ഥരാണ്. അവരുടെ നേതാക്കളുടെ അഭിമുഖങ്ങൾ കാണുക. ഇപ്പോൾ ബഹുമാനപ്പെട്ട യോഗി ആദിത്യനാഥ് നമ്മെ വെറുപ്പിനെ കുറിച്ച് പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ദയവായി ഞങ്ങളെ വെറുതെ വിടൂ. യോഗിയുടെ വാക്കുകൾ വിരോധാഭാസമല്ല, മറിച്ച് ഇത് ഏറ്റവും ഇരുണ്ട പൊളിറ്റിക്കൽ ബ്ലാക്ക് കോമഡിയാണ്. ഇത്തരത്തിലാണ് ഇതിനെക്കുറിച്ച് MK സ്റ്റാലിൻ നടത്തിയ പ്രതികരണം. ഭാഷയുടെയോ പ്രദേശത്തിന്റെയോ അടിസ്ഥാനത്തിൽ രാജ്യം വിഭജിക്കപ്പെടരുതെന്നും ഇത് മനസ്സിൽ വെച്ചാണ് കാശി തമിഴ് സംഗമത്തിന്റെ 3ാം പതിപ്പ് വാരണാസിയിൽ പ്രധാനമന്ത്രി മോദിജി സംഘടിപ്പിച്ചതെന്നുമാണ് ANIക്ക് നൽകിയ അഭിമുഖത്തിൽ യോഗി പറഞ്ഞത്. സംസ്കൃതത്തോളം പുരാതനമായ ചരിത്രമുള്ള ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷകളിൽ ഒന്നാണ് തമിഴ്. ഇന്ത്യൻ പൈതൃകത്തിന്റെ പല ഘടകങ്ങളും ഇപ്പോഴും ഭാഷയാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഓരോ ഇന്ത്യക്കാരനും തമിഴിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് ഹിന്ദിയെ വെറുക്കുന്നത് എന്ന ചോദ്യമാണ് ഇതിൽ യോഗി ഉയർത്തിയത്. ഇതിന് മറുപടിയായി ഞങ്ങളൊരു ഭാഷയെയും വെറുക്കുന്നില്ലെന്നും പക്ഷേ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെയും അതിരുകടന്ന അതിദേശീയതയെയും എതിർക്കുന്നുവെന്നും സ്റ്റാലിൻ പറഞ്ഞു. ഇത് വോട്ടിനു വേണ്ടിയുള്ള കലാപ രാഷ്ട്രീയമല്ല, മറിച്ച് ഇത് അന്തസ്സിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടമാണെന്നാണ് സ്റ്റാലിന്റെ പ്രതികരണം.